നമുക്കെല്ലാവർക്കും സാലറി ഒക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ പേ സ്ലിപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ TDS എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കട്ട് ചെയ്ത് പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരല്പം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 192 ഇതിൻ്റെ കെണി ഒരുക്കി വെച്ചിരിക്കുക. സെക്ഷനിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ അവന് അതുമൂലം ആ വർഷം ഉണ്ടാകാവുന്ന ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാസം കട്ട് ചെയ്ത് പോവുക. ഇത് നീ ചെയ്തില്ലെങ്കിൽ സെക്ഷൻ 40A(1) പ്രകാരം നിന്റെ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്നും ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതുന്നതിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നീ എംപ്ലോയിയോട് ചോദിക്കുക, നിനക്ക് ഏത് ടാക്സ് റെജീം വേണം? ബൈ ഡിഫോൾട്ട് ടാക്സ് റെജീമായ ന്യൂ ടാക്സ് റെജീം വേണോ, അതോ ഓപ്ഷണൽ ടാക്സ് റെജീമായ ഓൾഡ് ടാക്സ് റെജീമിന്റെ റേറ്റ്സുകൾ വേണോ? ഇനി അവൻ ഒന്നും മിണ്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ടാക്സ് റെജീമായ ന്യൂ ടാക്സ് റെജീമിന്റെ റേറ്റ്സിൽ ടാക്സ് ചെയ്യുക. ഇനി പലർക്കും വരുന്ന മറ്റൊരു സംശയമാണ്, ഞാൻ സ്കീം സെലക്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, എനിക്ക് അതുമൂലം കൂടുതൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, എനിക്ക് ഇനി സ്കീം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുത്തരം, നിങ്ങൾ വർഷാവസാനം റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സ്കീമാണോ ബെനിഫിഷ്യൽ ആ സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി സ്കീം തെറ്റായി തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ എക്സസ് ആയിട്ട് TDS ഒക്കെ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്.